പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ് ആണ് അല്ലെ. പഴയത് പോലെ ചെറിയ കുഞ്ഞിന്റെ രൂപത്തിൽ അല്ല രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. രാജാതി രാജാവായിട്ടാണ് വരുന്നത് അല്ലെ. സ്വന്തം രക്തം കൊണ്ടാണ് യേശു മനുഷ്യവർഗത്തെ വീണ്ടെടുത്തത്. നമ്മൾക്കൊരു വിലയിട്ടിരിക്കും യേശു ക്രിസ്തു. ആ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ രക്തം തന്നെയാണ്. ക്രോസ് ഓഫ് കാൽവറിയിലേക്ക് പോകുന്നതിന് മുമ്പ് പീലാത്തോസിന്റെ മുമ്പിൽ യേശു ക്രിസ്തു നിർത്തിക്കഴിഞ്ഞപ്പോൾ ജൂതന്മാരോട് പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, നോക്ക് ഈ മനുഷ്യനെ നോക്ക് അല്ലെ, ബിഹോൾ ദ മാൻ എന്നാ പറഞ്ഞത്. നിങ്ങളുടെ രാജാവാണ്. പക്ഷെ അവര് പറഞ്ഞു, അല്ല, ഞങ്ങളുടെ രാജാവല്ല, ഞങ്ങൾക്ക് സീസർ അല്ലാതെ വേറൊരു രാജാവുമില്ല, ഞങ്ങൾക്ക് സീസറിനെ മാത്രം മതി, ഞങ്ങൾക്ക് ആ രാജാവിനെ മാത്രം മതി. അങ്ങനെ ഇന്നും ഏറ്റു പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ അവരുടെ അന്ത്യം എവിടെ ആയിരിക്കുമെന്നുള്ള കാര്യം അവർക്കറിയത്തില്ല. അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ പിശാച് മൂടിയിരിക്കുകയാണ് അല്ലെ. അവനെ നോക്കുവാണ്. യേശുവിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശപൂർണമാകുക തന്നെ ചെയ്യും അല്ലെ. അവനാണ് മന്ന. ദൈവം തന്നിരിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഫുഡാണ് അവൻ. ആ ഫുഡ് നമ്മൾ കഴിച്ചില്ല എങ്കിൽ, അവന്റെ രക്തം നമ്മൾ കുടിച്ചില്ല എങ്കിൽ നമ്മളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാകത്തില്ല. നമ്മളുടെ ഉള്ളിൽ ജീവൻ വേണമെങ്കിൽ ആ ജീവൻ വരുന്നത് അവനിൽ നിന്നായതുകൊണ്ട് അവനിലേക്ക് നോക്കിയേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ പീലാത്തോസ് പറഞ്ഞല്ലോ, പൈലറ്റ് പറഞ്ഞല്ലോ, ബിഹോൾഡ് ദ മാൻ, അവനെ നോക്കൂ എന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി കൂടെ പറഞ്ഞിരിക്കുന്നത്, അവനെ നോക്കുന്നവർക്ക് ജീവനുണ്ട്. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കും. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, മനോഹരമായ ഒരു ദിവസം കൂടെ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഒരിക്കലും തീർന്നു പോകാത്ത, ഒരിക്കലും പറ്റിപ്പോകാത്ത സ്നേഹം. ആ സ്നേഹം ഞങ്ങളെ തേടിയെത്തിയത് കർത്താവ്. ഞങ്ങൾ അങ്ങിലേക്ക് വന്നതല്ല. ഞങ്ങൾ ഒരിക്കലും പോലും കർത്താവ് അതിനൊന്നും വേർതിയായിരുന്നില്ല കർത്താവെ, അതിനുള്ള അർഹതയൊന്നും ഉള്ളവരായിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങളെ തേടി അങ്ങയുടെ സ്നേഹം എത്തി. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇനി അങ്ങ് തിരിച്ചു വരുന്നു കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ദിവസത്തിനാട് ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശുവിൻ നന്ദി. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെ നന്ദി. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, യേശുവിനെ ക്രൂസിഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പീലാത്തോസിന്റെ പൈലറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ രംഗത്തെ പറ്റി. വളരെ സങ്കടകരമായ ഒരു രംഗമാണ് ഇത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 16 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വെച്ചു ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. അവന്റെ അടുക്കൽ ചെന്നു, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമവസ്ത്രവും ധരിച്ചു പുറത്തു വന്നു. പീലാത്തോസ് അവരോട്, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതൻ ചേകോരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനും അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രൻ ആക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണം ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന്, നീ എവിടെ നിന്നു ആകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പിന് അധികാരമുണ്ടെന്ന്, നിന്നെ വിട്ടയപ്പിന് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു. ഇത് നിമിഷം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ അവനെ വിട്ടയപ്പാൻ കൈസറുടെ സ്നേഹിതൻ അല്ല, തന്നെത്താൻ രാജാവാക്കുന്നവൻ എല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു കൽത്തലമെന്നും എബ്രായ ഭാഷ ഗബ്ബത എന്നും പേരുള്ള സ്ഥലത്ത്
ന്യായാസനത്തിൽ ഇരുന്നു. അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം 6-ാം മണിനേരമായിരുന്നു. അവൻ യഹൂദന്മാരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. അവരോ, കൊന്നുകള, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമേ എന്ന് പിലാത്തോസ് അവരോട് ചോദിച്ചു. അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസരല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് സീസറല്ല, വേറെ ഒരു രാജാവില്ലെന്ന് യഹൂദന്മാർ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവര് തള്ളി പറഞ്ഞത് രാജാവിനെയാണ് അല്ലെ. ഇവര് രാവും പകലും സ്ക്രിപ്ചർ നോക്കുമായിരുന്നു. ന്യായപ്രമാണം മൊത്തം ലോം കംപ്ലീറ്റ് അവർ അരിച്ചു പറക്കുമായിരുന്നു. അവര് അതിലെല്ലാം വലിയ പാണ്ഡിത്യമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അതെഴുതി വെച്ചിരിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്ന വാക്ക്, ദൈവത്തിന്റെ വാക്ക്, യേശുക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല അല്ലെ. അവരുടെ ഹൃദയത്തിന്റെ കണ്ണുകള് കുരുടായി പോയിരിക്കുമായിരുന്നു. തങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെച്ച് തന്നെയാണ് യേശുക്രിസ്തു ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത്. പക്ഷെ എന്നിട്ടും കൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അല്ലെ. കുറച്ചു പേർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിക്കോഡിമസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജോസഫ് അരിമത്തേക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്നയ്ക്കും സൈമണും യേശു ജനിച്ച കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അല്ലെ, അവര് അന്നയും സൈമണും ഒക്കെ അവര് ദൈവത്തിന്റെ ആ ഒരു വലിയൊരു വെളിപ്പാടിന് വേണ്ടി കാത്തിരുന്നു അല്ലെ. ജെറുസലേമിന്റെ റെക്കൺസിലിയേഷന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു അവര്. അപ്പൊ അങ്ങനെയായപ്പോ യേശുവിനെ വെറും ഒരു ചെറിയ കുഞ്ഞായിട്ട് പോലും കണ്ടിട്ട് പോലും സൈമണും അന്നയ്ക്കുമൊക്കെ കാര്യം പിടിക്കും. ഇവരുടെ മുമ്പിൽ വെച്ച് മരിച്ചുപോയ മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും കുരുടന് കണ്ണ് കാഴ്ച കൊടുക്കുകയും അല്ലെ, നടക്കാൻ വയ്യാതെ പാരലൈസിസ് ആയിട്ട് കിടന്നു വരുന്ന ആൾക്കാരെ അവർ എഴുന്നേൽപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടും കൂടെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എത്രമാത്രം കട്ടിയുള്ളതെന്ന് വിചാരിച്ചു. എന്നിട്ടും കൂടെ ഇവർക്കും കൂടിയാണ് യേശുക്രിസ്തു മരിച്ചത് അല്ലെ. യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി പോയിട്ടുണ്ടെങ്കിൽ, പിതാവ് അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, പിതാവിന്റെ അനുവാദം, പിതാവാണ് അതിന് തീരുമാനമെടുത്തത്, ദൈവം അല്ലെ. പിതാവും പുത്രനും ഒന്നാണെങ്കിൽ ദൈവമാണ് തീരുമാനമെടുത്തത് ക്രോസ് ഓഫ് കാൽവരിയിൽ യേശു മരിക്കുമെന്നുള്ള കാര്യം. പക്ഷെ അതെന്തിനു വേണ്ടിയാണ്? നമ്മളുടെ മനുഷ്യ വർഗത്തിന്റെ പാപത്തിനു വേണ്ടി അല്ലെ. പീലാത്തോസ് ജൂതന്മാരോട് പറഞ്ഞു, നോക്ക് ഈ മനുഷ്യനെ നോക്ക്, ബിഹോൾഡ് ദ മാൻ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അതിനു മുമ്പായിട്ട് പീലാത്തോസിന് കാര്യം പിടികിട്ടി യേശുക്രിസ്തു ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ എന്നിട്ടും കൂടെ യേശുവിനെ അടിക്കാനും മുള്ളുകൊണ്ടുള്ള കിരീടം തലയിൽ വെക്കാനും ധൂമ്രവസ്ത്രം അല്ലെ, പർപ്പിൾ ഡ്രസ്സ് ധരിപ്പിക്കാനും പീലാത്തോസ് അനുവദിച്ചു. അത് ദൈവം സിമ്പിളായിട്ട് കാണിച്ചത് ഇതാണ് യേശുക്രിസ്തു എന്ന് കാണിച്ചതാണ്. ധൂമ്രവസ്ത്രം പറഞ്ഞ പർപ്പിൾ കളറിലുള്ള ആ വസ്ത്രം, അത് റോയൽറ്റിയെ കാണിക്കുന്നതാണ്. അത് രാജകീയത്വം അല്ലെ, അതിനെ കാണിക്കുന്നതാണ്. അപ്പൊ രാജാക്കന്മാരാണ് പർപ്പിൾ കളറുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. അപ്പൊ യേശുവിന് അവരൊരു പർപ്പിൾ കളറുള്ള ധൂമ്രവസ്ത്രം അല്ലെ, ധൂമ്രവസ്ത്രം എന്ന് പറയുമ്പോ അത് എന്താ പറയുക, ധരിപ്പിച്ചതിന്റെ തന്നെ ഉദ്ദേശം കളിയാക്കുന്നതിന് വേണ്ടി, നീ രാജാവാണല്ലോ എന്നാ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചോട്ടെ എന്ന്, ഇങ്ങനെ എന്നാ പർപ്പിൾ ഡ്രസ്സ് ധരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്ത് അത് ഇടിയിക്കുകയും തലയിലൊരു മുള്ളിന്റെ കിരീടം വെച്ചപ്പോ ശരിക്കും പറഞ്ഞാല് അത് ഡിസ്പ്ലേ ചെയ്ത് ശരിക്കും ആരാണ് യേശുക്രിസ്തു എന്നുള്ളതാണ് അല്ലെ. സാധാരണക്കാരനായ ഒരു രാജാവല്ലേ യേശുക്രിസ്തു. രാജാക്കന്മാർ ലോകത്തിലേക്ക് ജനിക്കുന്നത് അല്ലെ എന്തിന്? രാജാവായിട്ട് ഒരു വ്യക്തിയും ജനിക്കുന്ന രാജകുമാരനായിട്ടാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് രാജാവാണ്. പക്ഷെ യേശുക്രിസ്തു ജനിച്ചതും മരിച്ചതും ഉയർത്തെഴുന്നേറ്റ എല്ലാം രാജാവായിട്ടാണ് അല്ലെ. അവൻ രാജകുമാരനല്ല, രാജാവാണ്. ആ രാജാവ് ഒരു അടയാളമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു അടയാളമില്ല, പല അടയാളം ചെയ്യത്തില്ല. താൻ അനുഭവിച്ച പീഡനത്തിന്റെ അടയാളങ്ങൾ അത് ഇന്നുമുണ്ട് അല്ലെ. ഉയർത്തെഴുന്നേൽച്ചതിന് ശേഷം സ്വന്തം ശിഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് യേശു കാണിച്ചു കൊടുത്തു അല്ലെ. തോമസിന് കാണണമായിരുന്നു. തോമസ് യേശുവിന്റെ ആ മുറിപ്പാടുകൾ കണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുമെന്ന് അത് കാണിച്ചു കൊടുത്തു. പിന്നെ 40 ദിവസത്തിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുമ്പോ എന്താ പറയണ, മാലാഖമാര് പറഞ്ഞു അതേപോലെ തന്നെ യേശു തിരിച്ചു വരാൻ പോകുന്നു പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പാട് ഇന്നുമുണ്ട്, ആ പാട് കാലാകാലമുണ്ട് അല്ലെ. ആ പാട് കാണിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ പറ്റിയാണ്. ഇവിടെ പീലാത്തോസ് യേശുവിനെ തള്ളിക്കളഞ്ഞത് പീലാത്തോസ് ഒരു ഭീരുവായതുകൊണ്ട് പീലാത്തോസിന്റെ കാര്യം പിടികിട്ടി അല്ലെ. പീലാത്തോസിന് അറിയാമെന്ന് യേശു ഒരു കാര്യവും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു. എന്നിട്ടും കൂടെ ഈ പർപ്പിൾ ഡ്രസ് ഇടാൻ വേണ്ടി, ഈ
ധൂമ്ര വസ്ത്രം ധരിക്കാൻ വേണ്ടിയും തന്റെ പടയാളികൾ കൊണ്ട് യേശുവിനെ അടുപ്പിക്കാൻ വേണ്ടിയും അല്ലെ ഒരു മുൾക്കിരീടം തലയിൽ വെപ്പിക്കാനും ഒക്കെ അയാൾ തയ്യാറായി അല്ലെ. അത് എന്തുകൊണ്ട് അയാളുടെ ഹൃദയത്തിന്റെ കട്ടി കാണും അല്ലെ. ഹൃദയത്തിന്റെ കട്ടി കാണും അയാള് എന്താ പറയണേ, അയാള് ഫൂളിഷ്നെസ് കാണും. അയാള് എന്താ പറയുക, നന്മയുടെ കൂടെ നിൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. എന്നാ അടുത്ത വശത്ത് നോക്കുമ്പോ പിലാത്തോസിന് ഇച്ചിരിയെങ്കിലും നന്മയുടെ കൂടെ നിൽക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷെ തന്റെ പൊസിഷന് വേണ്ടി പിലാത്തോസ് ആ ഒരു ഒരു എന്താ പറയാ സ്റ്റാൻഡ് എടുത്തില്ല അല്ലെ. തനിക്ക് സീസറിന്റെ ഗുഡ് ബുക്കിലായിരിക്കണം, ഈ ജൂതന്മാരുടെ ഗുഡ് ബുക്കിലായിരിക്കണം, അങ്ങനെ ഒരു തീരുമാനത്തിന് പുറത്ത്, അങ്ങനെ ഒരു സെൽഫിഷ്നെസിന്റെ പുറത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പിലാത്തോസിന് പറ്റില്ല. മറ്റവരാണ് ജൂതന്മാരാണെങ്കിൽ രാവും പകലും അവര് സ്ക്രിപ്ചർ വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, രാവും പകലും അവര് തോറയും അതും ഇതുമെല്ലാം വായിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, മെസ്സിയയ്ക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ടിരുന്ന ആൾക്കാർ, ഇസ്രായേലിലുള്ള ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. പക്ഷെ മെസ്സിയ മുമ്പിൽ നിന്നിട്ടും പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം അവരുടെ ഹൃദയം വളരെ കല്ല് പോലെ ആയി പോയിരുന്നു അല്ലെ. ഒരാള് തന്റെ സെൽഫിഷ്നെസ് കൊണ്ട്, മറ്റേ ഉള്ള ആൾക്കാരുടെ ഹൃദയത്തിന്റെ കട്ടി കൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ, ദൈവത്തിന്റെ വിസിറ്റേഷൻ സമയം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത പോയിരുന്നു അല്ലെ. അവർക്ക് എന്താ പറയുക, യേശുവിനെ റെസ്പെക്ട് ചെയ്യാൻ പോലോ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പൊ ഈ പാരഗ്രാഫ് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ നീതിബോധവും ദൈവത്തിന്റെ സ്നേഹവും അല്ലെ, റൈച്ചസ്നസ്, എന്താ പറയുക, ലവും ജസ്റ്റിസും എല്ലാം കൂടെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടെത്തി. യേശുക്രിസ്തു മരിക്കാൻ പോകുന്നത് അല്ലെ ഈ സമയത്ത് ഇവർക്കും വേണ്ടിയാണ് അല്ലെ, മുഖത്തടിച്ച ആൾക്കാർക്കും വേണ്ടിയും കൂടിയാണ് യേശുക്രിസ്തു ഈ പീഡനം മൊത്തം അനുഭവിക്കുന്നത്. എന്നിട്ടും കൂടെ അല്ലെ ചോദിക്കുന്നില്ല, പറയുന്നത് നിനക്കൊക്കെ വേണ്ടിയാണ് ഞാൻ മരിക്കാൻ പോകുന്നത് പറയുന്നില്ല. അവിടെയും ദൈവത്തിന്റെ സ്നേഹമാണ് അല്ലെ. യേശുക്രിസ്തു ഇങ്ങനെ കരഞ്ഞത് എന്താ പറയുന്നത്, ദൈവമേ അങ്ങേക്ക് പറ്റുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റി. കാരണം ദൈവത്തിൽ നിന്ന് എന്താ പറയുക അകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ തലയിലേക്ക് പിതാവ് സകല മനുഷ്യവർഗത്തിന്റെ പാപം കൊണ്ട് വെക്കുമ്പോ യേശുക്രിസ്തു പാവമായിട്ട് തീരുക. ആ പാപം വന്നു കഴിഞ്ഞ ഒരു വ്യക്തി പിതാവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകലുക ചെയ്യുന്നു. ആ ഒരു നിമിഷത്ത് യേശു പാവമായി തീർന്ന സമയത്ത് പിതാവിൽ നിന്ന് അകന്നു പോയിരുന്നു. ആ അത്രയും വേദന മൊത്തം ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ അനുഭവിക്കുക, ശാരീരികമായിട്ടുള്ള വേദന അല്ലെ, മാനസികമായിട്ടുള്ള വേദന, താൻ സൃഷ്ടിച്ച, താൻ സ്നേഹിക്കുന്ന മനുഷ്യവർഗം തനിക്ക് ഇതാണല്ലോ ചെയ്തു തരുന്നെന്ന് ഓർക്കുമ്പോഴുള്ള വേദന ഒന്ന് വിചാരിച്ചു നോക്കി. യേശുവിന്റെ അല്ലെ, യേശുവിന്റെ ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി. തന്റെ മുഖത്ത് നോക്കി താൻ സൃഷ്ടിച്ച ആൾക്കാർ പറയുക, താൻ എന്താ പറയുക ചെയ്തു കൊടുത്ത, എന്താ പറയുക മുറിച്ചു കൊടുത്ത അപ്പം കഴിച്ച ആൾക്കാര്, ഒരുപക്ഷെ ഇവരിവിടെ നീ കൂകി ആർത്ത് വിളിക്കുന്ന, അവനെ കൊല്ലുന്ന് പറയുന്നവരെ കൂട്ടത്തിലും ചിലപ്പോൾ യേശു സുഖപ്പെടുത്തിയ ആൾക്കാരുണ്ടായിരിക്കാം. യേശു കൊടുത്ത അപ്പവും മീനും കഴിച്ച വ്യക്തികളും ഉണ്ടായിരിക്കാം അല്ലെ. തങ്ങളുടെ കുടുംബത്തിലും നിന്നും പല ആൾക്കാരെയും യേശു ഒരുപക്ഷെ സുഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിനെല്ലാം ശേഷം ഇവര് ക്രൂശിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത് അല്ലെ. അവനെ യേശുവിനെ തള്ളിക്കളയുക എന്നുള്ള അതിനു വേണ്ടിയാണ് മനുഷ്യവർഗം ഇന്നും എന്താ പറയാ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മതി, ഞങ്ങൾക്ക് ലോകത്തു നിന്നുള്ള രാജാവിനെ മതി, റിയൽ ആയിട്ടുള്ള രാജാവിനെ ഞങ്ങൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവരിയിൽ അനുഭവിച്ചവരെ ഞങ്ങൾക്ക് വേണ്ട. അത് തന്നെ ഇന്നും മനുഷ്യവർഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ. അവനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കണ്ണിൽ എന്താ പറയുന്നത്, യേശുവിന്റെ രക്തം കൊണ്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ദൈവവുമായിട്ട് ശത്രുതയിലായിരുന്ന വ്യക്തികൾ ദൈവവുമായിട്ട് പിന്നെയും കൂട്ടി ചേർക്കുക ചെയ്യും. നമുക്കറിയാം കൊളോസ്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 21-ും 22-ാമത്തെ വാക്ക് ഇങ്ങനെയാണ് പോൾ എഴുതിയത്. പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, മുമ്പേ ദുഷ്ടപ്രവർത്തികൾ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുന്നിൽ വിശുദ്ധരും നിഷ്കളവും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. യേശുക്രിസ്തു എന്തിനാണ് ക്രോസ് ഓഫ് കാൽവരിയിൽ പോയത് എന്ന് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ ഉത്തരം. അവന്റെ മുമ്പിൽ, പിതാവിന്റെ മുമ്പിൽ നമ്മളെ മനുഷ്യവർഗത്തെ, നേരത്തെ ദുഷ്ടപ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നവരായിരുന്ന നമ്മളെ, ദൈവത്തിന്റെ ശത്രുക്കൾ ആയിരുന്ന മനുഷ്യവർഗത്തെ
വേണ്ടി, ദൈവവുമായിട്ട് നിരപ്പിലാക്കുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്താനത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ പോയി മരിച്ചത്, അല്ലെ? അപ്പാർട്ട് ഫ്രം ലോ, അപ്പാർട്ട് ഫ്രം റൈച്ചസ്നെസ്, അപ്പാർട്ട് ഫ്രം ലോ എന്ന് പറഞ്ഞിരിക്കുക. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവത്തിന്റെ റൈച്ചസ്നെസ് ആണ്. അപ്പോൾ ലോ വഴി ഒരു വ്യക്തിയും റൈച്ചസ് ആകുന്നില്ല. ലോ വഴി ന്യായപ്രമാണം പാലിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തി പോലും ദൈവത്തിന്റെ മുമ്പ് നീതിമാനാക്കപ്പെടുന്ന, ന്യായപ്രമാണം വെറുതെ കാണിച്ചു തരത്തുള്ളൂ എത്രമാത്രം പാപമുണ്ട് മനുഷ്യരുടെ ഉള്ളിൽ നിന്ന്, അല്ലെ? ഉള്ളിലുണ്ട് എന്നുള്ളത് കാണിച്ചു തരുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാല് ന്യായപ്രമാണം വഴി അല്ലാത്ത ഒരു റൈറ്റസസ്, ഒരു നീതി, ന്യായം, ദൈവത്തിന്റെ നീതി, ആ നീതിയാണ് മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത നീതി, ദൈവത്തിന്റെ നീതിയാണ് യേശു ക്രിസ്തു, അല്ലെ? ക്രോസ് ഓഫ് കാൽവറിയിൽ ഡിസ്പ്ലേ ചെയ്ത ദൈവത്തിന്റെ സ്നേഹമാണ്. ഇവിടെ യോഹന്നാൻ ഈ 19ാമത്തെ ചാപ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന ആ പാസേജിൽ പിലാത്തോസിന് മുമ്പിൽ യേശു നിൽക്കുമ്പോൾ, അല്ലെ, എന്താ പറയുക, മറ്റോ ജൂതന്മാർ യേശുവിനെ തള്ളിക്കളയുമ്പോൾ അവിടെയും ദൈവം കാണിക്കുക തന്റെ സ്നേഹത്തെയാണ്, തന്റെ നീതിയും തന്റെ സ്നേഹവും തന്റെ റൈച്ചസ്നസും എല്ലാം കൂടെ, അല്ലെ, ഒരു ഇടകലർന്നു വരുന്ന ഒരു ഒരു സീൻ ഇവിടെ കണ്ടു. മനുഷ്യരുടെ ദുഷ്ടതയും മനുഷ്യരുടെ നീതി ഇല്ലാഴികയും മനുഷ്യരുടെ സെൽഫിഷ്നെസ്സും എല്ലാം ഒരു സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യവർഗത്തോടുള്ള സ്നേഹവും ദൈവത്തിന്റെ കരുണയും എല്ലാം കൂടെ വേറൊരു യേശുക്രിസ്തുവിൽ ഇങ്ങനെ ഡിസ്പ്ലേ വന്നിട്ട് വരിക. ഒരിക്കലും ഒരുമിച്ച് കൂടി പോകാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ, ദൈവവും മനുഷ്യവർഗവും. യേശുക്രിസ്തു രണ്ടുപേരെ ഒരുമിച്ചാക്കി യേശുവിന്റെ രക്തം കൊണ്ട്. അതാണ് ക്രോസ് ഓഫ് കാൽവറിയിൽ നടന്നത്, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കൊള്ളാം. യേശുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊള്ളാം. എബ്രായർക്ക് ലേഖനത്തിലേക്ക് വരും 10ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ 19 തൊട്ട് 20 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് യേശുക്രിസ്തു തന്റെ ശരീരമാകുന്നുള്ള തിരശീലയിൽ കൂടെ, ആ തിരശീല യേശുക്രിസ്തു രണ്ടായി പകുത്തു, അല്ലെ, നമ്മൾക്ക് കൂടി ഒരു പുതിയ ഒരു ജീവിക്കുന്ന വഴി തുറന്നു വന്നിരിക്കുക. എന്തിനാണ്? ദൈവത്തിന്റെ പിതാവിന്റെ അടുത്തേക്ക്, പിതാവിന്റെ എന്താ പറയുക, സിംഹാസനത്തിന്റെ അടുത്തേക്ക് നമുക്ക് എപ്പോഴും ചെല്ലാം. കാരണം നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഹൈ പ്രീസ്റ്റ്, നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, യേശുക്രിസ്തു എന്ന് പിതാവിന്റെ പക്കത്തുണ്ട്. നമ്മൾക്ക് വേണ്ടി അവൻ ജീവിക്കുന്നവനാണ്, അല്ലെ? ഇന്ന് നമുക്ക് ധൈര്യപൂർവ്വം പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാം. നേരത്തെ എന്താ പറയുക, ഈ ഫിസിക്കലി ദൈവം തന്നതാണ് ടാബർനാക്കിളും അങ്ങനെയുള്ള സമാഗമന കൂടാരവും പിന്നെ ജെറുസലേം ടെമ്പിളും ഒക്കെ ഫിസിക്കലി ചെയ്താണ്, അല്ലെ? ദൈവം പറഞ്ഞു മോസസിന് ദൈവം കാണിച്ചു സ്വർഗത്തിലെ ടാബർനാക്കിൾ എല്ലാം കാണിച്ചു കൊടുത്ത്, സാങ്ച്വറി കാണിച്ചു കൊടുത്തിട്ട് അതിനെപ്പോലെ അതിന്റെ നിഴലായിട്ട് ഒരെണ്ണം സൃഷ്ടിക്കുക, ലോകത്ത് സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോ അത് വെറും ഒരു നിഴലായിട്ട് പോലും, അല്ലെ, വലിയ മഹാന്മാരായ ദൈവത്തിന്റെ മക്കള് എന്താ പറയുക, ഡേവിഡിന് പോലും ഒക്കെ ആ ഹോളി ഓഫ് ഹോളിയിലേക്ക് ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിൽ, അല്ലെ, ആർക്ക് ഓഫ് കവനന്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ജെന്റൈൽസ് ആയിരുന്നിട്ടും കൂടെ ഇന്ന് ദൈവത്തിന്റെ മക്കൾ, നമ്മൾ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, അല്ലെ? പത്രോസിന്റെ അകത്ത് 1ാമത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു കാലത്ത് നമ്മൾ ദൈവത്തിന്റെ എന്താ പറയുക മക്കളായിരുന്നില്ല, ഒരു കാലത്ത് നമ്മൾ ദൈവത്തിന്റെ ആൾക്കാരായിരുന്നില്ല, ഒരു കാലത്ത് ദൈവത്തിന്റെ എന്താ പറയുക മേഴ്സിക്ക് പാത്രമാക്കുന്നവർ, അതിനുള്ള അവകാശം ഉണ്ടായിരുന്ന ആയിരുന്നില്ല നമ്മൾ. ഒരു വേർത്ത്, അല്ലെ, അവകാശം എന്നല്ല പറഞ്ഞത്, എന്താ പറയുക, എന്താ പറയുക, എന്താ പറയുക, അത്രമാത്രം എന്താ പറയുക ഒരു നന്മയുള്ള വ്യക്തികൾ നമ്മൾ ആയിരുന്നില്ല. പക്ഷെ എന്നിട്ട് കൂടി ഇന്ന് യേശുവിന്റെ രക്തം കാരണം നമ്മളെ വീണ്ടെടുത്തിരിക്കുക. സ്വർഗത്തെ നമുക്ക് വേണ്ടി വലിയൊരു എന്തൊരു അവകാശം തന്നെ യേശുക്രിസ്തു ഒരുക്കിയിരിക്കുക. ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കാരുണ്യാധിക്യ പ്രകാരം നമ്മൾ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുത്തുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ദൈവം യേശുക്രിസ്തു എന്ന രക്തം കൊണ്ട് നമ്മൾക്ക് വേണ്ടി ഒരു അവകാശം തീർത്തിരിക്കുകയാണ്. അതിന് ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല, ഒന്നുമില്ല. അതുപോലത്തെ ഒരു അവകാശം. അവനാണ് നമ്മളുടെ അവകാശം, അല്ലെ? നമ്മൾക്ക് വേണ്ടി തന്നെ സൂക്ഷിക്കണം യേശുക്രിസ്തു. യേശുവാണ് ഏറ്റവും വലിയ അവകാശം, നമ്മളുടെ അവകാശം. അപ്പൊ ക്രോസ് ഓഫ് കാൽവറിയിൽ എന്താ പറയുക, നമ്മൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചത് നമ്മളെ പിതാവുമായിട്ട് റെക്കൺസിൽ ചെയ്യിപ്പിക്കുക, നിരപ്പിലാക്കുന്നതിന് വേണ്ടി. ഇവിടെ ജൂതന്മാര്
അട്ടഹസിച്ച് പറയുക, ഞങ്ങൾക്ക് വേണ്ട ഈ രാജാവിനും വേണ്ട, ഞങ്ങൾക്ക് എന്താ പറയണേ, സീസറെ മതി. അങ്ങനെ സീസറെ മതി എന്ന് പറയുന്ന ആൾക്കാർ ഇന്നും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവര് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ. ഈ മനുഷ്യവർഗത്തിന്റെ ദുഷ്ടതയ്ക്ക് ഒരിക്കലും ഒരു എൻഡില്ല. അങ്ങനെ ഒരു ജീവിതം ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന എന്താണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. യേശുവിന്റെ സ്നേഹത്തെപ്പറ്റി അവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവം എത്രമാത്രം ആഴത്തിൽ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. അന്ന് ആൾക്കാർ മനസ്സിലാക്കാതിരുന്ന പോലെ തന്നെ ഇന്നും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമെന്ന അപേക്ഷയാണുള്ളത്. കാരണം നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ജീവിതം ഈ ലോകത്ത് നിന്ന് എന്ന് വേണമെങ്കിലും മാറ്റപ്പെടാം. നാളെ എന്നുള്ള നമ്മൾക്കുള്ള പ്രോമിസ് ഒന്നുമല്ല. നാളെ എത്ര പേരുണ്ടാകുമെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞുകൂടാ. ഈ മനുഷ്യരെ പോലെ ആകാതിരിക്കുക അല്ലെ. ഇപ്പൊ ചിലരെങ്കിലും വിചാരിക്കും, ഇതെല്ലാം നടന്ന് യേശുക്രിസ്തുവിന് ഇങ്ങനെയല്ല കാര്യങ്ങൾ നടന്നത്, യേശുവിന് ഇത്രമാത്രം ആൾക്കാർ എന്താ പറയുക ദ്രോഹിച്ചതെല്ലാം പിതാവിന്റെ അറിവോട് കൂടിയല്ല, പിതാവിന്റെ അറിവോട് കൂടി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും നടക്കുക തന്നെ ചെയ്യും അല്ലെ. ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ യേശുക്രിസ്തുവിനെ അതിനോട് മോശമായിട്ട് ചെയ്തില്ലായിരുന്നു, പീഡിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പോലും എന്താ പറയുക, ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അങ്ങനെ നടക്കുക തന്നെ ചെയ്യും അല്ലെ. ഇവരുടെ ദുഷ്ടത്തരം ദൈവം ഉപയോഗിച്ചു എന്നുള്ളൂ അല്ലെ. ജൂഡാസ് ഇസ്കാരിയോട്ടിന്റെ ദുഷ്ടത്തരം, അവന്റെ ആ എന്താ പറയുക പണത്തോടുള്ള ആർത്തി ദൈവം ഉപയോഗിച്ചു എന്നുള്ളൂ. ഇവർ ദുഷ്ടന്മാരായതുകൊണ്ടാണ് ഇവർ ദൈവം തന്റെ വർക്കിനായിട്ട് ഉപയോഗിച്ചു. പിശാചിനെ വരെ ദൈവം ഉപയോഗിക്കുന്നുണ്ട് ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടി. ദൈവം തന്റെ എന്താ പറയണേ മക്കളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പല മാർഗം ഉപയോഗിക്കും അല്ലെ. അതുപോലെ ഇവരെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഒന്ന് വിചാരിച്ചു നോക്കി, ഇവര് കുറേയും കൂടെ നന്മ ഉള്ളവരായിരുന്നെങ്കിൽ ഇവരിന്നിങ്ങനെ ദൈവത്തിന്റെ കണ്ണില് കൊള്ളരുതാത്ത വ്യക്തികളായി തീരത്തില്ലായിരുന്നു. പിലാത്തോസും ഈ ജൂതന്മാരൊക്കെ സ്വർഗത്തിൽ ഇതിപ്പോ വായിച്ച നമുക്ക് സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ലേറ്റർ ഇനി ഇവരുടെ മനസ്സൊക്കെ മാറിയോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ അറിയാം ഇവര് സ്വർഗത്തിൽ പോകാൻ യാതൊരു ചാൻസും ഇല്ല അല്ലെ. പക്ഷെ പിന്നെ കുറെ ചെന്നപ്പോ പിലാത്തോസ് തന്റെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞെങ്കിൽ അല്ലെ, ഈ ജൂതന്മാർ തങ്ങളുടെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് യേശുവിനോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പോകും. അല്ലെങ്കിൽ തങ്ങൾ ദുഷ്ടത കൊണ്ട് ഇവര് അവരുടെ തന്നെ ജീവിതം നശിപ്പിക്കുകയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിലേക്ക് നോക്കുക. നിങ്ങളുടെ കണ്ണുകൾ, എന്റെയും കണ്ണുകൾ യേശുവിലായിരിക്കട്ടെ. അവനിൽ നിന്നാണ് ജീവൻ വരുന്നത്. അവനാണ് ജീവൻ, അവനാണ് മന്ന, അവനാണ് നമ്മളുടെ ഫുഡ് അല്ലെ. അവനാണ് നമ്മുടെ വഴിയും വെളിച്ചവും എല്ലാം. യേശു മാത്രമാണ് വെളിച്ചം, യേശു മാത്രമാണ് സത്യം, യേശു മാത്രമാണ് വഴി. വേറെ കാണുന്ന എല്ലാം പല വഴികൾ ഉണ്ടെങ്കിലും അത് പിതാവിലേക്ക് എത്തിപ്പെടത്തില്ല, ദൈവത്തിലേക്ക് എത്തിപ്പെടത്തില്ല. പിശാച് വെക്കുന്ന വഴികൾ ഒരുപാടുണ്ട്, പക്ഷെ ദൈവത്തിലേക്ക് എത്തിപ്പെടത്തില്ല. ദൈവത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ, സ്വർഗരാജ്യത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് യേശു ക്രിസ്തു. അവന്റെ സ്നേഹം മാത്രമേ സത്യമായിട്ടുള്ളൂ. ബാക്കി ലോകത്തിൽ കാണുന്ന ഒന്നും തന്നെ സത്യമല്ല. ലോകം മൊത്തം പോകുന്ന ഒരു കാലം വരും അല്ലെ. അത് ഇനി അധികം താമസമില്ല. ഇപ്പൊ നമുക്കറിയാം അവസാനത്തെ സമയത്തൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ലോകത്തിൽ കാണുന്നത്. എനിക്കിന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവനെ നോക്കി, യേശുവിലേക്ക് നോക്കുക. പിലാത്തോസ് പറഞ്ഞു, തേണ്ട നിങ്ങളുടെ രാജാവ് മുമ്പിൽ നിൽക്കുന്നു, നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന മുമ്പിൽ നിൽക്കുന്നു, നിങ്ങളുടെ രക്ഷകൻ മുമ്പിൽ നിൽക്കുന്നു അല്ലെ, നിങ്ങളുടെ രാജാവ് മുമ്പിൽ നിൽക്കുന്നു. ആ മനുഷ്യനെ നോക്ക്, ബിഹോൾഡ് ദ മാൻ എന്ന പറഞ്ഞിട്ട് ആ മനുഷ്യനെ നോക്ക്. അവനെ നോക്കിയവരാരും തന്നെ ലജിച്ചു പോയിട്ടില്ല. അവന്റെ മുഖത്തിലേക്ക് നോക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ ലജിച്ചു പോകത്തില്ല, അത് ഉറപ്പാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് യേശുവിൽ വിശ്വസിക്കാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അവന്റെ സ്നേഹത്തെ ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താന്ന് നിങ്ങൾക്ക് ഇന്നവരും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വേണ്ട എന്ന് യേശുവിന് വേണ്ട എന്ന് വെക്കുന്നത്. കുറെ മതത്തിൻ്റെതായിട്ടുള്ള കെട്ടപ്പാടിൽ ഇങ്ങനെ നിൽക്കുമ്പോ, മതത്തിന്റെ കാര്യം കുറെ ചെയ്ത് കൂട്ടുമ്പോ സ്വർഗത്തിലെത്തിപ്പെടും എന്നുള്ള ഒരു വിചാരമുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കൽ നടക്കുന്ന കാര്യം. മതം കൊണ്ട് ഒരു വ്യക്തിയെ രക്ഷപ്പെട്ട
ചരിത്രമില്ല. മതം കൊണ്ട് ഒരു വ്യക്തിക്ക് മനസ്സമാധാനം കിട്ടിയ ചരിത്രം ഈ ലോകത്തില്. മതം കൊണ്ട് ഒരു വ്യക്തിയുടെയും ക്യാൻസർ ഹീലാക്കപ്പെട്ട ചരിത്രമില്ല. മതം കൊണ്ട് ഒരു വ്യക്തിയുടെയും എന്താ പറയുക മോശപ്പെട്ട രീതിയിലുള്ള ജീവിതം മാറിയ ചരിത്രമില്ല. യേശു മാത്രമേ കള്ളുകുടിയനും വ്യഭിചാരികളെയും എല്ലാം അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ക്യാൻസർ രോഗം സുഖപ്പെടുത്തിയിട്ടുള്ളൂ. യേശുക്രിസ്തു മാത്രമേ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ളൂ. വേറെ ഒരു വ്യക്തിക്ക് ഇന്നേ വരെ സാധിച്ചിട്ട് ഇനി സാധിക്കത്തുമില്ല. ബാക്കി എല്ലാവരും യേശു അല്ലാതെ സത്യമില്ല. യേശു അല്ലാതെ നിത്യതയിലേക്ക് ഒരു മാർഗവുമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അവരെ നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കാത്തവർ കൺസിഡർ ചെയ്യുക. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവനെ ഒന്ന് ടേസ്റ്റ് ആൻഡ് സീ. ദൈവം എത്രമാത്രം, യേശുക്രിസ്തു എത്രമാത്രം നല്ലവനാണ്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. പിലാത്തോസ് പറഞ്ഞു ബിഹോൾഡ് ദ മാൻ. അതാണ് എനിക്കിത് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വരും ഇത്രമധികം കർത്താവ് സങ്കടത്തിൽ കൂടെ കടന്നു പോവുകയും കർത്താവെ അനുഭവിക്കുകയും ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗത്ത് ഇരുന്നുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കുന്ന അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങനെ അറിയാത്ത നടന്ന കാലങ്ങളെ ഓർത്ത് ക്ഷമിച്ചു. കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ഹൃദയത്തിൽ നട്ടപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ആർക്കെങ്കിലും അങ്ങയുടെ താല്പര്യമില്ല എങ്കിൽ, ആർക്കെങ്കിലും അങ്ങേനെ രാജാവായിട്ട് സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ, രക്ഷകനെ സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരെ ഹൃദയത്തിൽ ഒന്ന് ഇടപെടണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവെ അവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകട്ടെ. സകലവിധത്തിലുള്ള നന്മ അവർക്ക് അങ്ങ് അനുഗ്രഹിച്ചു കൊടുക്കണം അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ കേട്ട ദൈവത്തിന് അവസരം മഹത്വം ഉണ്ടാകും.